എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിരട്ട കൊണ്ടൊരു ചായക്കപ്പും ഒരു ജഗ്ഗുമാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. അപ്പം അതിന് നമുക്ക് വേണ്ടത് 2 തേങ്ങയും ബാക്കി ചിരട്ടയും മതി. അപ്പോൾ ഒരു ചെറിയ തേങ്ങയും ഒരു വലിയ തേങ്ങയും നമുക്ക് വേണം. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ നല്ല ഷേപ്പുള്ള തേങ്ങ നോക്കി വേണം എടുക്കാൻ. അപ്പോൾ അത് നമുക്കൊന്ന് ചുരണ്ടി വൃത്തിയാക്കി എടുക്കണം. അത് പിച്ചാത്തിക്ക് ചുരണ്ടുന്നതാണ് എളുപ്പം. ചുരണ്ടിയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പേപ്പർ ഇട്ട് പിടിച്ച് അതൊന്ന് പോളിഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് പെൻസിൽ കൊണ്ട് നമുക്ക് വേണ്ടുന്ന ഒരു അളവ് മാർക്ക് ചെയ്ത് നമുക്കതിന് ഗ്രൈൻഡറിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രൈൻഡറില്ലാത്ത ഒരു ആക്സറിലിരുന്ന് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഞാനിത് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർബിളും ടൈൽസും ഒക്കെ കട്ട് ചെയ്യുന്ന ബ്ലേഡാണ്. അതാണ് കുറച്ച് സേഫ്റ്റി. അല്ലാതെ നമ്മൾ ഇരുമ്പ് കട്ട് ചെയ്യുന്ന ബ്ലേഡാകുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളെല്ലാം കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബാക്കി ഒട്ടിക്കാനുള്ള പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഫ്ലസ് കിക്കും സാനിറ്ററി എം സിയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സാനിറ്ററി എം സിയിൽ വെള്ള എം സിയിൽ. അപ്പം നമ്മൾ ഒട്ടിക്കുമ്പോൾ ഫ്ലസ് കിക്ക് മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിക്കിട്ടാൻ പാടാണ്. അപ്പം നമ്മളിപ്പം ചുരണ്ടി എടുത്തതിൻ്റെ പൊടി, ആ ചിരട്ടയുടെ പൊടി മാത്രം പൊടി എടുത്താൽ മതി. അതിൻ്റെ ചകിരിയുടെ പൊടി ആദ്യം സ്വല്പം വെച്ചിട്ട് വേണം നമ്മൾ ഈ ഫ്ലസ് കിക്ക് വെച്ച് ഒട്ടിക്കാൻ. അതൊരു 30 സെക്കൻഡ് പോലും വേണ്ട, അതിനുമ്പോൾ ഒട്ടിക്കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ സാനിറ്ററി എം സിയിലെടുത്തൊന്ന് മിക്സ് ചെയ്ത് 2 ഒരേ അളവിലെടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിരട്ടയുടെ മൂട്, അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് വേണ്ട ഭാഗമാണ്. കാര്യം നമ്മൾ ചായയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും കപ്പിൻ്റെ അടിഭാഗത്തിന് സ്വല്പം വെയിറ്റ് വേണം. അപ്പോൾ നമുക്ക് എം സിയിൽ വെച്ച് ഒട്ടിക്കാം. ഇപ്പോൾ കപ്പിൻ്റെയൊക്കെ അടിഭാഗം ഒട്ടിക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സ്വല്പ പൊടി എവിടെയെങ്കിലും കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ച് സ്വല്പം ഫ്ലസ് കിക്ക് വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അത് കയ്യിലെടുത്ത് 4 സൈഡിലും പൊടി ഇട്ടിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമുക്കൊരു ഭാഗം ഒട്ടിക്കിട്ടി. ഇനി നമുക്കത് കയ്യിലെടുത്തിട്ട് 4 ചുറ്റും കുറേശ്ശെ പൊടി വെച്ചിട്ട് ഫ്ലസ് കിക്ക് വെച്ച് കറക്കി ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ജഗ്ഗിൻ്റെ അടപ്പിന് പിടിയും നമ്മൾ എം സിയിലിനകത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമുക്ക് എം സിയിലിനകത്ത് അത് കുഴച്ച് അതിൻ്റെ മണ്ടയിൽ വെച്ച് അത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിനി അത് അരം വെച്ച് ഗ്രൈൻഡ് ചെയ്ത് ഷേപ്പാക്കി എടുക്കണം. ജഗ്ഗിൻ്റെ അടപ്പ് വരുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് എം സിയിൽ വെച്ചിട്ട് അതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ആ അടപ്പ് സീറ്റിംഗ് ആയിട്ട് അടയ്ക്കാൻ പറ്റുള്ളൂ. അത് നല്ലപോലെ വടിച്ച് അത് സ്വല്പം വെള്ളം തൊട്ടിട്ട് വടിച്ചാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. എം സിയിൽ വെച്ചതിന് ശേഷം വെള്ളം തൊടാവൂ. ഇപ്പോൾ എല്ലാം ഒട്ടിപ്പെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് അരം വെച്ച് രാവി ഷെയ്പ്പാക്കി എടുക്കണം.
നമ്മൾ പൊടിയും പ്ലസ് ക്യൂക്കും വെച്ച് ഒട്ടിച്ചിട എല്ലാം കുണ്ടും കുഴിയും മഴയായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതിനെ ഒന്ന് അരം വെച്ച് രാവി ഒന്ന് ഷേപ്പാക്കി എടുക്കാം നമുക്ക്. ഇനി മൊത്തത്തിൽ ഒന്നും കൂടെ നമുക്ക് പേപ്പർ ഇട്ട് നല്ലപോലെ പോളിഷ് ആക്കി എടുക്കാം. അതിനകത്തെ പൊടിയും കാര്യങ്ങളെല്ലാം പോയി നല്ല ഫിനിഷ് ആക്കി എടുക്കണം. അങ്ങനെ എല്ലാം നല്ല ഫിനിഷാക്കി പേപ്പറിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി സ്വല്പം ടിന്നർ തൊട്ട് നമുക്ക് ആ പൊടിയെല്ലാം ഒന്ന് തുടച്ച് കളയണം. അതിലിരിക്കുന്ന പൊടി തുടച്ച് കളയാൻ ടിന്നർ തേച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊടിയും കിട്ടും. അതിന് ശേഷം നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ പുരട്ടി ഒന്ന് പോളിഷ് ചെയ്ത് എടുക്കുക. അപ്പോൾ ആദ്യമേ വെളിച്ചെണ്ണ പുരട്ടിയ പൊടിയെല്ലാം അതിൽ പറ്റി പിടിച്ച് തന്നെ ഇരിക്കും. ഇപ്പോൾ തടിക്ക് ഉപയോഗിക്കുന്ന പോളിഷ് സ്ലീക്ക് എന്ന് പറയുന്നത്, സ്ലീക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് കിട്ടും, നല്ല ഗ്ലേസിങ് ആയിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയാണ് പുരട്ടി എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ വേസ്റ്റിനകത്ത് മുക്കിയാണ് തുടച്ച് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. സ്ലീക്ക് പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ, സ്ലീക്ക് കൊണ്ട് പോളിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലേസിങ് ആയിരിക്കും, നല്ല ഗ്ലാസ് പോലിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അയക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നിടം വരെയും എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.